ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് എൻ്റെ യാത്രയാണ്. ഇന്നത്തെ യാത്ര നമ്മുടെ ആര്യങ്കാവിനടുത്തുള്ള കൊല്ലത്ത് ആര്യങ്കാവിനടുത്തുള്ള പാലരുവി വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് ഇന്ന് ഞാൻ പോയത്. മിക്ക ശനിയാഴ്ചകളിലും ഇപ്പോൾ ഞാൻ ഓരോ ചെറിയ യാത്രകൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും പോയത്. ഇന്ന് ഈ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ വഴിയോര കാഴ്ചകളാണ് കാണേണ്ടുന്നത്. നമുക്ക് ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ സൗന്ദര്യം ഇത്രയും ഉള്ള ഒരു സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. നല്ല പർവ്വത പ്രദേശങ്ങളും നല്ല ഭൂപ്രകൃതിയും നിബിഡ വനങ്ങളും എല്ലാമായിട്ടുള്ള മനോഹരമായ വഴിയോര കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. ഇത് കൊല്ലത്ത് നിന്ന് ഞാൻ പുനലൂരിലൊരു ബസ്സിൽ ഇറങ്ങി അവിടെ നിന്നും അടുത്ത ബസ് ആര്യങ്കാവ് അല്ലെങ്കിൽ നമുക്ക് തെങ്കാശി പോകുന്ന ബസ്സിന് പോയാൽ നമുക്ക് പാലരുവി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകാം. ഇതെല്ലാം വഴിയോര കാഴ്ചകളാണ് ഏറ്റവും സൗന്ദര്യം, ഏറ്റവും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇതൊരു രക്ഷയുമില്ലാത്ത കാഴ്ചകളാണ്. ഇടയ്ക്ക് എൻ്റെ ഫോണിന് സ്പേസ് അങ്ങ് പോയി, അത് കാരണം ഇടയ്ക്ക് ചിലതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നു എനിക്ക് വെള്ളച്ചാട്ടം കാണണമെന്ന്. പക്ഷേ അവിടെ ചെല്ലുമ്പം ഭയങ്കര തിരക്കും. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് ട്രിപ്പ് അങ്ങനെ പോകാൻ വരുമ്പോഴായിരിക്കും ഇതുവഴി പോകുന്നത്. അതുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്തിൻ്റെ ഭംഗി എല്ലാ കൂട്ടുകാരും ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം വേറെ കണ്ടിട്ടുണ്ടോ? നോക്കിയാണ് പർവ്വതങ്ങളും റബ്ബർ മരങ്ങളും മലയും കുന്നും താഴോട്ടെല്ലാം നിബിഡ വനങ്ങളും എല്ലാം ആയിട്ട് ബസ്സിലിരുന്ന് നമ്മൾ താഴോട്ട് നോക്കി ഇങ്ങനെ ആസ്വദിച്ച് പോകുന്ന ഇത്രയും നല്ല സുന്ദരമായൊരു യാത്ര വേറെയില്ല. നമ്മുടെ നാടിൻ്റെ ഭംഗിയാണ് നമ്മൾ കൂടുതലും ആസ്വദിക്കാൻ ഉള്ളത്. നമ്മൾ പലരും ഇവിടെ ഉള്ള പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. നമ്മളെ തൊട്ട് കൺവെട്ടത്തുള്ളത് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊരു കാര്യവുമില്ല. നമ്മളങ്ങ് ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട്. എൻ്റെ ഫോണിൻ്റെ സ്പേസ് കുറഞ്ഞത് കൊണ്ടാണ് ചിലതൊന്നും കിട്ടാഞ്ഞത്. ഈ താഴോട്ടൊക്കെ നല്ല അരുവി പോലെയുള്ള വെള്ളവും പിന്നെ ചെടികളും, എനിക്കറിയത്തില്ല, ഒരു രക്ഷയില്ല അതിൻ്റെ ഭംഗി. അങ്ങനെ ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ട് പാലരുവി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കവാടം. അവിടെ ഒരു സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. ഒരു സെക്യൂരിറ്റി നമ്മുടെ അടുത്ത് തിരക്കിയൊക്കെ ചെയ്യും. വണ്ടികളെല്ലാം ഇതിലേക്കൂടെ സ്പീഡിന് പോകുന്നുണ്ട്. ശാന്തസുന്ദരമായിട്ട് കിടക്കുന്ന തേക്കിൻ്റെ തോപ്പാണ് ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത്. ഞാൻ മെല്ലെ ഒറ്റയ്ക്ക് നടന്ന് പോവുകയാണ്. എൻ്റെ ഏകാന്ത യാത്രകളാണ്. എനിക്ക് ഒറ്റയ്ക്കുള്ള യാത്രകൾ ഞാൻ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. ഇന്നല്ല എന്നും എപ്പോഴും. അങ്ങനെ ഞാൻ നടന്ന് അകത്തേക്ക് പോയി. ഞാൻ വലിയ പ്രതീക്ഷയിലാണ് പോകുന്നത്. കാരണം പാലരുവി വെള്ളച്ചാട്ടം കാണാൻ പല പ്രാവശ്യം ഞങ്ങൾ ഇവിടം വരെ പോയിട്ടുണ്ട്. അങ്ങ് വരെ ചെല്ലും. പിന്നെ അവിടെ നിന്ന് ബസ്സിലൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെയാണ്. മുമ്പ് സൂര്യകാന്തി പാടം കാണാനായിട്ട് സുന്ദരപാണ്ഡിപുരത്ത് പോയപ്പോൾ ഇതുവഴി വന്നായിരുന്നു. അന്നേരവും സമയം കുറവ് കാരണം കണ്ടില്ല. ഇവിടെ ബസ്സും കാറും ബൈക്കും എല്ലാം പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേകം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ശാന്തസുന്ദരമായ സ്ഥലത്തേക്ക് ഈ റോഡിലൂടെ നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ നടന്ന് വരാം. കുറച്ചിങ്ങോട്ട് നടക്കണം. എല്ലാവരും കാറിലൊക്കെ വന്ന് കത്തിച്ച് വിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഈ തേക്കിൻ തോപ്പിൻ്റെ ഭംഗി നോക്കിയാണ്. നല്ല ചെടികളും മരങ്ങളും എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളെയാണ് ഇതിനകത്ത് കൂടുതലും കാണുന്നത്. മലയാളികൾ തീരെ കുറവാണ്. എല്ലാവരും വണ്ടിയൊക്കെ വിളിച്ച് ഈ ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ആക്കും. ഇതിന് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. മുമ്പൊക്കെ സാധാരണ ടിക്കറ്റ് അങ്ങ് എടുത്താൽ മതിയായിരുന്നു. ഇപ്പം പുതിയ സിസ്റ്റം വന്ന് ജൂലൈ 1-ാം തീയതി മുതൽ നമ്മൾ ഓൺലൈനിൽ തന്നെ അവിടെ ചെന്ന് ബുക്ക് ചെയ്യണം. അത് ഭയങ്കരമായ സമയം എടുക്കുന്നുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് ഇത് കിട്ടാനായിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല. എനിക്ക് അകത്ത് കയറിയില്ല. ഇപ്പോൾ എല്ലാം ഓൺലൈനാക്കി. ജൂലൈ 1 തൊട്ട് ഒരുപാട് ക്യൂ, എത്ര സമയമായിട്ടും ഒരുപാട് താമസിക്കും. അത് കാരണം ഞാൻ തിരിച്ചു പോയി. എന്ന് വന്നാലും ഇവിടെ ഇതാ അവസ്ഥ.
അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഈ വനപ്രദേശങ്ങളെ വീഡിയോ മാത്രം എടുത്തുകൊണ്ട് പോവുകയാണ്. ഇനി ഫാമിലിയായിട്ട് വന്ന് രാവിലെ ഇറങ്ങി ഫാമിലിയായിട്ട് വന്ന് ടിക്കറ്റ് എടുത്ത് കാണാമെന്ന് വിചാരിക്കും. പാലരുവിയിൽ എന്ന് വന്നാലും എനിക്ക് കാണാനുള്ള യോഗമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇനി ഇത് ടിക്കറ്റ് എടുത്ത് ഇവിടെ എല്ലാം കയറി കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേനും ഒരുപാട് താമസിക്കും. അതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ നീരുറവ പോകുന്നത് കാണാം. പാലരുവി കാണാൻ വന്നിട്ട് ഈ താഴെ കൂടെ പോകുന്ന വെള്ളം മാത്രം കണ്ട് തിരിച്ചു പോകുന്ന പാവം ഞാൻ. എന്ത് രസമാണെന്ന് നോക്കിയാണ് ഈ സ്ഥലങ്ങളിലേക്ക്. നല്ല വനപ്രദേശങ്ങൾ, നല്ല തേക്കിൻ്റെ മരങ്ങളും എല്ലാം ആയിട്ട് അടിപൊളി ഫോറസ്റ്റാണ്. ഇങ്ങനെ ഞാൻ തിരിച്ച് നടന്നു പോയ ഇങ്ങനെ തിരിച്ച് നടന്നു പോകുന്ന ഞാൻ മനസ്സമാധാനമായിട്ട് വീട്ടിൽ പോകാം. അത് കാരണമാണ് എനിക്ക് പാലരുവി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നത്, പക്ഷേ നടക്കത്തില്ല. ഓൺലൈൻ ആക്കിയത് കാരണം ഇത്രയും സമയം അങ്ങ് എടുക്കും. പാലരുവി വെയിറ്റിംഗ് ഷെഡ്. പാലരുവി വെയിറ്റിംഗ് ഷെഡ് ഇതാണ്. ഞാൻ ഇവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കാണുന്നത് അതിമനോഹരമായ കണ്ട മലകളാണ്. നമ്മുടെ നാടിൻ്റെ ഈ പുനലൂര്, അതുപോലെ തന്നെ ഈ പാലരുവി തെന്മല ഭാഗത്തുള്ള മനോഹരമായ ആ മലകളൊക്കെയാണ് ഇല്ല കാണുന്നത്. നല്ല മഴക്കോള് വരുന്നുണ്ട്. ഇല്ല കാണുന്നത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റാണ്. RTO ചെക്ക് പോസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ആര്യങ്കാവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് പോയ ചെക്ക് പോസ്റ്റാണ്. അത് കഴിഞ്ഞാണ് ഇനി അങ്ങോട്ടൊക്കെ സ്ഥലം ഒക്കെ മാറും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ വന്നത് പാലരുവി വെള്ളച്ചാട്ടം കാണാനാണ്. പക്ഷെ നടന്നില്ല. എന്ന് പാലരുവി വെള്ളച്ചാട്ടം കാണാൻ വന്നാലും സമയക്കുറവ് കാരണം തിരിച്ചു പോവുകയാണ് പതിവ്. ഇന്നും അത് തന്നെ ആവർത്തിച്ചു. കാരണം അവിടെ ഇത്രയും മണിക്കൂർ കാത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെയും അവിടെ എല്ലാം പോയി കണ്ടിട്ട് വരുമ്പോൾ ഒരുപാട് സമയമാവും. അപ്പോൾ അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഇനി ഒരിക്കലും പാലരുവി പോയിട്ട് അവിടുത്തെ വീഡിയോ ഇടാം. ഇതിപ്പോൾ എൻ്റെ സമീപ പ്രദേശങ്ങളുടേത് മാത്രമേ എടുത്തുള്ളൂ. എല്ലാ കൂട്ടുകാരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി തിരിച്ചു പോവുകയാണ്.